അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് വിശുദ്ധ ഖുർആനിൽ ഇനി വരാനിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്, അഥവാ ഒരു പരീക്ഷണത്തെ പറ്റി പറയുന്നുണ്ട്. ആ പരീക്ഷണം എന്താണെന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. മറ്റൊന്ന് ഇനി വരാനിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ടും, പിന്നെ ഖുർആന്, ബൈബിള്, ഭഗവത്ഗീത ഇവയിൽ നിന്നുള്ള തെളിവുകൾ കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ മുസ്ലിം സഹോദരങ്ങളും അമുസ്ലിം സഹോദരങ്ങളും തീർച്ചയായിട്ടും ഇത് മിസ് ചെയ്യാതെ കാണണം. കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഒരിക്കലും നിങ്ങളത് മിസ്സാക്കരുത്. അപ്പം ഞാൻ സബ്ജക്റ്റിലേക്ക് പോവാണ്. ആദ്യം ഖുർആന് സൂറ 21 അംബിയായിലെ 105 മുതൽ 111 വരെയുള്ള സൂക്തങ്ങളാണ് ഇവിടെ പറയുന്നത്. എൻ്റെ സതുവൃത്തരായ ദാസന്മാർ ഭൂമിയെ അനന്തരാവകാശമാക്കുക തന്നെ ചെയ്യുമെന്ന് മൂസയുടെ ഉത്ബോധനത്തിന് ശേഷം സബൂറിൽ നാം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഭൂമിയെ അനന്തരാവകാശമാക്കുക എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഇത് ഏകദൈവ വിശ്വാസം നിലനിന്നിരുന്ന കാലഘട്ടത്തിലുള്ള ഒരു സുത്തായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അത് ഇനി വരാനിരിക്കുന്ന മഹദിമാമിന്റെ കാലഘട്ടത്തിൽ സംഭവിക്കേണ്ടതായ ഒരു കാര്യമായിരിക്കാം. കാരണം സതുവൃത്തന്മാർ എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൽ അവരെ ഉദ്ദേശിക്കുന്നത് ഏകദൈവ വിശ്വാസികളെയും സൽക്കർമ്മം ചെയ്യുന്നവരെയും നന്മ ചെയ്യുന്നവരെ, നിസ്കരിക്കുന്നവരെ, സ്വതക്ക ചെയ്യുന്നവരെയാണ് സതുവൃത്തർ എന്ന് പറയുന്നത്. ആരാധന ചെയ്യുന്ന ജനതക്ക് തീർച്ചയായും ഇതിൽ സന്ദേശം എത്തിച്ചു കൊടുക്കലുണ്ട്. ലോക ജനതക്ക് അനുഗ്രഹമായിട്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല. പറയുക, നിങ്ങളുടെ ആരാധ്യൻ ഏകനായ ആരാധ്യൻ തന്നെയാണ്. എനിക്ക് ബോധനം നൽകപ്പെടുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അവനെ അനുസരിക്കുന്നുണ്ടോ? എന്നിട്ട് അവൻ പിന്തിരിഞ്ഞ് കളയുകയാണെങ്കിൽ പറയുക, ശരിയായ രീതിയിൽ നിങ്ങളെ ഞാൻ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ പറയുന്നുണ്ട് ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കണം ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പിന്തിരിഞ്ഞ് കളയുകയാണെങ്കിൽ പറയുക, ശരിയായ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ ഖുർആനിൽ ഏകദൈവ വിശ്വാസത്തെ പറ്റിയിട്ട്, ഏകദൈവത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഖുർആനിൽ മാത്രമല്ല, ബൈബിളിലുണ്ട്, ഭഗവത്ഗീതയിലൊക്കെ ഉണ്ട്. പക്ഷെ അതാരും മനസ്സിലാക്കിയിട്ടില്ല എന്ന് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു ഗ്രന്ഥങ്ങളിൽ യഥാർത്ഥ സത്യങ്ങൾ വന്നിട്ടും മനുഷ്യനെ ഭിന്നിച്ചു പോയി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ രഹസ്യങ്ങളെ അവർ മറച്ചു വെച്ചപ്പോൾ അതിനെ പുറത്തു കൊണ്ടുവരാണ് വിശുദ്ധ ഖുർആനിലൂടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ കാര്യങ്ങൾ എന്താണെന്നും കൂടിയാണ് നമ്മൾ ഇന്ന് അറിയുന്നത്. നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെടുന്നത് സമീപസ്ഥമാണോ വിദൂരമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ പരസ്യമാക്കുന്നതും അവനറിയും, നിങ്ങൾ മറച്ചു വെക്കുന്നതും അവനറിയും. തീർച്ച എനിക്കറിഞ്ഞുകൂടാ. ഒരു പക്ഷേ ഇത് നിങ്ങൾക്കൊരു പരീക്ഷണവും ഒരു സമയം വരെയുള്ള സുഖ സൗകര്യവുമായിരിക്കും. അപ്പോൾ സൃഷ്ടാവ് നമ്മുടെ മനസ്സിൽ എന്തെല്ലോ ഉണ്ടോ അത് നമ്മൾ രഹസ്യമാക്കിയാലും പരസ്യമാക്കിയാലും അത് സൃഷ്ടാവ് അറിയുമെന്ന് പറയുന്നുണ്ട്. ഇത് നിങ്ങൾക്കൊരു പരീക്ഷണമാക്കിയിട്ട് വെച്ചിട്ടുള്ളത്, ഒരു സമയം വരെയുള്ള ജീവിത സൗകര്യവും. ഇനി ഫുസിലത്ത് 53 പറയുന്നത് നമ്മൾ മുന്നേ കേട്ട് പരിചയമുള്ള ഒരു ഖുർആൻ വാക്യം തന്നെയാണ്. പക്ഷെ ഒന്നുകൂടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം, കാരണം ഇത് ഇനി നടക്കാൻ പോകുന്ന കാര്യമായതുകൊണ്ട് ഇത് ഇനി ഒരുപാട് തവണ നമുക്ക് ഇനിയും പറയേണ്ടി വരും. ഫുസിലത്ത് 53, ഈ ഖുർആൻ സത്യമാണെന്ന് അവർക്ക് വ്യക്തമാക്കത്തക്കവണ്ണം വിവിധ ദിക്കിലും അവരിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വഴിയെ നാം അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. നിന്റെ രക്ഷിതാവ് ഏത് കാര്യത്തിനും സാക്ഷിയാണ് എന്ന് തന്നെ മതിയായതല്ലേ. അപ്പോൾ വിവിധ ദിക്കിലും അവരിൽ തന്നെയും ദൃഷ്ടാവിന്റെ തെളിവുകൾ പുറത്തു വരും. അങ്ങനെ അഥവാ അത് പുറത്തു വന്നാൽ തന്നെ ഏത് കാര്യത്തിനും അവൻ സാക്ഷിയാണ് എന്നതായിരിക്കും അറിയുക. ഓർക്കുക, തീർച്ചയായും അവൻ തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്ന കാര്യത്തെ പറ്റി സംശയത്തിലാവുന്നു. അവൻ ഏതൊരു വസ്തുവിനെയും വലയം ചെയ്തിട്ടുള്ളവനാവുന്നു. ഏതൊരു വസ്തുവിനെയും അവൻ വലയം ചെയ്യുന്നുണ്ട്. ഇനി അൽ ഇസ്ര 60 പറയുന്നത്, അധ്യായം 17, തീർച്ചയായും നിന്റെ രക്ഷിതാവ് മനുഷ്യരെ വലയം ചെയ്തിരിക്കുന്നു എന്ന് നാം നിന്നോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാണ്. നിനക്ക് കാണിച്ചു തന്ന ആ ദർശനം നാം ജനങ്ങൾക്കൊരു പരീക്ഷണം മാത്രമാക്കിയിരിക്കുകയാണ്. ഖുർആനിലെ ശപിക്കപ്പെട്ട വൃക്ഷത്തെയും നാം അവനെ ഭയപ്പെടുത്തുന്നു. അപ്പൊ ഇവിടെ 2 തവണ പരീക്ഷണത്തെ പറ്റി പറയുന്നുണ്ട്. ഒന്ന്, നമ്മൾ മനസ്സിൽ രഹസ്യമാക്കലും പരസ്യമാക്കലും സൃഷ്ടാവത അറിയും, അത് ജനങ്ങൾക്കൊരു പരീക്ഷണമാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന്, സൃഷ്ടാവ് നമ്മളെ വലയം ചെയ്യുന്നു പറയുന്നുണ്ട്, അതും ഒരു പരീക്ഷണമാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മുടെ രഹസ്യവും പരസ്യവും അല്ലെങ്കിൽ സൃഷ്ടാവ് അറിയുന്നത് എന്നാണ് നമ്മൾ ഇനി ബൈബിളിൽ നിന്നും ഖുർആനിൽ നിന്നും
ഭഗവത്ഗീതയിൽ നിന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. അധ്യായം 11 സൂറ ഹൂദ് 5-ാമത്തെ സൂക്തം. അവൻ തങ്ങളുടെ വസ്ത്രം പുതച്ചു മൂടുമ്പോഴും അവൻ രഹസ്യമാക്കുന്നതും അവൻ അറിയുന്നു, അവൻ നെഞ്ചിലുള്ളത് അറിയുന്നു. സൂറ അതിൽ 9, 10 പറയുന്നുണ്ട്, മുൽക്കിൽ 13 പറയുന്നുണ്ട്, ഫാത്തിറിൽ 38 പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഖുർആനിൽ ഇതന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ നെഞ്ചിലുള്ളത് അവൻ അറിയും. നമ്മൾ വസ്ത്രം മൂടിയാലും മൂടിയിട്ടില്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിലുള്ളത് അവൻ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട് എന്നുള്ള ആ ഒരു രീതിയിലുള്ള അർത്ഥമാണ് ഇവിടെ പറയുന്നത്. ഇനി ബൈബിളില് കൊറിന്ത്യൻ 1:3-16 നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ഇയ്യോബില് 32:8 പറയുന്നുണ്ട്, എന്നാൽ മനുഷ്യരിൽ ഒരു ആത്മാവുണ്ട്, സർവശക്തന്റെ ശ്വാസം തന്നെ അതാണ് മനുഷ്യന് വിവേകം നൽകുന്നത്. ഉൽപ്പത്തി 2:7 പറയുന്നുണ്ട്, ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു, അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഹദീസ് ഇബ്നു അംറു ബിൻ ആസിൽ നിന്ന് നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, ഹൃദയങ്ങളെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവെ, തൻ്റെ ത്വാത്തിലേക്ക് ഞങ്ങളുടെ ഹൃദയത്തെ നീ തിരിച്ചു വിടണമേ. ഇത് മുസ്ലിമില് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ്. റിയാദുസ് സ്വാലിഹീൻ 3-ാം വ്യാളത്തില് 250-ാമത്തെ ചാപ്റ്ററായ പ്രാർത്ഥനകൾ എന്നതിലുള്ളത്. ഇനി ഭഗവത്ഗീതയിലെ അധ്യായം 13 ക്ഷേത്രജ്ഞ വിഭാഗ യോഗ വാക്യം 18, എല്ലാവരുടെയും ഹൃദയത്തെ അധിവസിക്കുന്നതും ബ്രഹ്മം തന്നെ. ഇവിടെ 3 മത ഗ്രന്ഥങ്ങളും പറയുന്നത് നമ്മുടെ ഹൃദയവും സൃഷ്ടാവും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, ഒരു ബന്ധമുണ്ട് എന്ന്. കാരണം സൃഷ്ടാവിന്റെ ആത്മാവും നമ്മുടെ ആത്മാവും കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ഹൃദയം. അഥവാ എങ്ങനെയാണ് ഹൃദയം കണക്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് മനസ്സിലാക്കുക. അപ്പൊ തീർച്ചയായിട്ടും എൻ്റെ ക്ലാസ് ഇനി അടുത്ത ക്ലാസ് നിങ്ങൾ മറക്കാതെ കാണുക. അസ്സലാമു അലൈക്കും.